ഇന്നത്തെ വീഡിയോ ചെറിയ കല്ലും മരത്തിൻ്റെ കൊമ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലൊരു സംഭവം ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാറയുടെ കഷ്ണമാണ് എടുക്കുന്നത്. അത് നല്ലോണം കഴുകി ക്ലീനാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. അതൊന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ഒരു മരത്തിൻ്റെ കൊമ്പെടുത്തതിന് ശേഷം അതിൽ വേണ്ടാത്ത ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ നല്ലോണം ഒന്ന് പൊട്ടിച്ച് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പാറയുടെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ഈ മരത്തിൻ്റെ കൊമ്പ് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എംസിലാണ്. എംസിലിൻ്റെ ബ്ലാക്കും വൈറ്റും നമ്മൾ ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാറയുടെ മുകളിലേക്ക് വെച്ചിരിക്കുന്ന മരത്തിൻ്റെ കൊമ്പിലേക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എംസിൽ ഉണങ്ങുന്ന വരെ നമുക്ക് ഇതേപോലെ ഒരു മരത്തിൻ്റെ കൊമ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ മരത്തിൻ്റെ ചില്ലകൾ ഇതേപോലെ തന്നെ ഫ്ലസ് ക്യൂക്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഈ മരത്തിൻ്റെ മുകളിലേക്കാണെങ്കിൽ ഒരു തേനീച്ചക്കൂടിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു കുമിള് ഇതേപോലെ എടുത്തതിന് ശേഷം ഫ്ലസ് ക്യൂക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ചില്ലകൾ കൂടെ ഇതേപോലെ നല്ലോണം ചെത്തി ക്ലീൻ ആക്കിയിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു തേനീച്ചക്കൂടിൻ്റെ ഫീല് തോന്നാൻ വേണ്ടി നമ്മൾ ഇതേപോലെ വലിയൊരു കുമിളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വൈറ്റും ബ്ലാക്കും ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ പാറയുടെ മുകളിലേക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ബ്ലാക്ക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ മരത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു പായലിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് ആണ് അടിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ കളറാണ്. അത് ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളാണ് ഈ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ച് യെല്ലോ കളർ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് എടുക്കുമ്പോഴേക്കും നമുക്കാണെങ്കിൽ ഒരു പായലിൻ്റെ ഫീല് നമുക്ക് ഇതേപോലെ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് എംസിൽ എടുത്തതിന് ശേഷം നമ്മുടെ മരത്തിൻ്റെ താഴെയുള്ള വേരുകൾ ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ക്ലേ ടൂൾസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിലിങ് നല്ലോണം ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ബാക്കിയുള്ള വേരും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ തന്നെ നല്ലോണം നമ്മുടെ വേരിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ പാറയുടെ മുകളിലേക്ക് ഇതേപോലെ നമുക്കൊരു ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ കുറച്ച് യെല്ലോ കളറും കൂടി എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ പാറയുടെ മുകളിൽ ഇതേപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ നമുക്കൊരു പക്ഷിയെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ മരത്തിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷിയുടെ തലയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അത് ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിൽ ചെറിയ ഡീറ്റെയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സ്ട്രെച്ചർ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ സ്ട്രെച്ചർ ഇതേപോലെയാണ് പക്ഷിയുടെ രൂപം പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് തൊണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തല ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം എംസിൽ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് കുറച്ച് ക്ലേ ടൂൾസ് എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് വൈറ്റ് കളർ എടുത്തതിന് ശേഷം നമ്മുടെ പക്ഷിയുടെ മുകളിലേക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് യെല്ലോ കളറും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ തന്നെ അതിൻ്റെ ചുണ്ടുഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മരത്തിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടി നമുക്കൊരു കിളിക്കൂട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചകിരി ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനുശേഷം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വേണ്ടാത്ത ഭാഗങ്ങൾ ഇതേപോലെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കി എടുക്കുമ്പോഴേക്കും നമ്മളെ കിളിക്കൂട് സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കിളീനെ ഈ കൂട്ടിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ മരത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴേക്കും ഏകദേശം നമ്മുടെ വർക്ക് കഴിയാറായി. അതിനുശേഷം ഇതേപോലെ ഒരു കിളീനെ നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മുട്ടയും കൂടെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ കാണുമെന്ന പ്രതീക്ഷയിൽ ആർട്ട് ബൈ സനു സഹദേവൻ. ബൈ.